ആലപ്പുഴ മാന്നാർ കൊലക്കേസിൽ 100-ലധികം ആളുകളെ ചോദ്യം ചെയ്ത അന്വേഷണ സംഘം മൃതദേഹം കൊണ്ടുപോയി എന്ന് കരുതുന്ന മാരുതി കാർ കേന്ദ്രീകരിച്ച് അന്വേഷണം തുടങ്ങി. കൊലപാതകം എന്ന് നടന്നു, ആയുധം എവിടെ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വരുത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. അനഘ ഹർഷൻ നമുക്കൊപ്പം ചേരുന്നു മാന്നാറിൽ നിന്ന്. ഗുഡ് മോർണിംഗ് അനഘ ഹർഷൻ. അനഘ, ഈ മാന്നാർ കൊലപാതക കേസിന് പിന്നാലെയാണല്ലോ കുറേ ദിവസമായി. എന്തെങ്കിലും തുമ്പുണ്ടോ പോലീസിന്? സുജയ, നിലവിൽ അറസ്റ്റിലായിരിക്കുന്ന പ്രതികളുടെ ചോദ്യം ചെയ്യൽ ഇന്നും തുടരുകയാണ്. ഇന്നലെ മാത്രം സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി മൊഴിയെടുത്തത് 100-ലധികം ആളുകളെയാണ്. ഇതിൽ ഏറ്റവും പുതിയ കാര്യം, അനിലുമായി ബന്ധപ്പെട്ട അനിലിന് 15 വർഷം മുൻപ് അനിലിന്റെ സുഹൃത്തുക്കൾ ആരൊക്കെയായിരുന്നു അവരുടെയൊക്കെ ഒരു പട്ടിക തയ്യാറാക്കിയിട്ടുണ്ട്. അവരെയും വിളിച്ചു വരുത്തി. ഇന്നലെ അനിലിന്റെ ഉറ്റ സുഹൃത്തിനെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി സുഹൃത്തിന്റെ അടക്കം മൊഴിയെടുത്തിരുന്നു. പക്ഷേ ഈ കേസിലെ പ്രതികളെ ചോദ്യം ചെയ്തതിൽ നിന്നൊന്നും കാര്യമായ ഒരു വിവരവും പോലീസിന് ലഭിച്ചിട്ടില്ല എന്നാണ് പുറത്തുവരുന്ന വിവരം. മറ്റൊന്ന്, ഈ കേസിലെ ഏറ്റവും നിർണായകമായ ഒന്നാണ് ഈ കലയെ മരിച്ച നിലയിൽ കണ്ടു എന്ന് പറയുന്ന മാരുതി കാർ. ആ കാറിനെ കേന്ദ്രീകരിച്ചാണ് പോലീസ് അന്വേഷണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കേസിലെ മറ്റൊന്ന് നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന ഒന്നാണ് ഈ ഫോറൻസിക് പരിശോധനാ ഫലം വരുന്നതിനെ സംബന്ധിച്ചാണ്. അതിന് ഇനിയും ആഴ്ചകളും മാസങ്ങളും ചിലപ്പോൾ എടുത്തേക്കാം എന്നാണ് പുറത്തുവരുന്ന വിവരം. കാരണം അന്ന് സെപ്റ്റിക് ടാങ്കിൽ നിന്ന് കിട്ടിയിരിക്കുന്ന എല്ല് പോലെ ദ്രാവക അവസ്ഥയിലുള്ള ഒരു വസ്തുവാണ് കിട്ടിയിരിക്കുന്നത്. മാത്രമല്ല ഇത് 15 വർഷം മുൻപ് ഉള്ള വസ്തുവാണ്. അതിൽ നിന്ന് ഒരിക്കലും DNA വേർതിരിച്ചെടുക്കാൻ കഴിയില്ല എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട വിദഗ്ധർ പറയുന്നത്. 7 വർഷം വരെ ഉള്ള എല്ലിൽ നിന്ന് മാത്രമേ DNA വേർതിരിച്ചെടുക്കാൻ കഴിയൂ. അതുകൊണ്ട് തന്നെ അതും ഒരു വെല്ലുവിളിയായിരിക്കും. ഇത്തരത്തിൽ അത് മൃതദേഹാവശിഷ്ടം തന്നെയാണ് സെപ്റ്റിക് ടാങ്കിൽ നിന്ന് കിട്ടിയതെങ്കിൽ പോലും അത് കലയുടേതാണ് എന്ന് ശാസ്ത്രീയമായി തെളിയിക്കാൻ കഴിയില്ല എന്നാണ് ഇതുമായി ബന്ധപ്പെട്ടവർ പറയുന്നത്. മാത്രമല്ല അന്ന് ഇതിൽ നിന്ന് മുടിയും നഖവും കിട്ടിയിരുന്നു. മുടിയുടെ റൂട്ട് കിട്ടിയാൽ മാത്രമേ ഇത് കലയുടേതാണ് DNA പരിശോധന അടക്കം നടത്താൻ കഴിയൂ. നഖത്തിൽ നിന്ന് DNA പരിശോധന നടത്താൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഈ ശാസ്ത്രീയ പരിശോധനാ ഫലം വന്നാലും ഇത് മൃതദേഹമാണെന്ന് ഒരുപക്ഷെ അതിൽ ഉറപ്പിക്കുന്നുണ്ടെങ്കിൽ പോലും ഇത് കലയുടേതാണ് എന്ന് തെളിയിക്കാൻ പോലീസിനേറെ ശ്രമകരമായിരിക്കും. മറ്റ് ഒന്ന്, ഈ കേസിലെ മുഖ്യ പ്രതിയായിട്ടുള്ള അനിൽകുമാർ ഇപ്പോഴും വിദേശത്താണ്. അനിൽകുമാറുമായി ബന്ധപ്പെട്ട കമ്പനിയുമായി ബന്ധപ്പെടാൻ മാത്രമേ പോലീസിന് ഇപ്പോഴും സാധിച്ചിട്ടുള്ളൂ. ആ അനിൽകുമാറിനെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമം പോലീസിന്റെ ഭാഗത്തുനിന്ന് ഊർജിതമായി നടക്കുന്നുണ്ട്. അപ്പോഴും അനിൽകുമാർ സ്വമേധയാ നാട്ടിലെത്താനുള്ള ഒരു ശ്രമമാണ് പോലീസ് നടത്തുന്നത്. അങ്ങനെ അനിൽകുമാർ സ്വമേധയാ നാട്ടിലെത്താനുള്ള ഒരു കാര്യം എന്തായാലും ഈ അടുത്ത് എത്തില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ മറ്റ് ഏജൻസികളൊക്കെ ബന്ധപ്പെട്ട് പോലീസിന് ആ ഒരു അന്വേഷണ സംഘത്തിന് ആ ഒരു രീതിയിലുള്ള ഇടപെടലുകൾ നടത്തേണ്ടി വരും. അങ്ങനെ നോക്കുമ്പോഴും അനിൽകുമാർ നാട്ടിലെത്താൻ ഇനിയും കാലതാമസം എടുക്കുമെന്നാണ് പുറത്തുവരുന്ന വിവരം. അപ്പോഴും ഈ കേസിലെ നിർണായകമായിട്ടുള്ള മൃതദേഹം എവിടെയാണ്, എങ്ങനെയാണ് കൊല ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്നതിനൊക്കെയുള്ള ഉത്തരം കിട്ടണമെങ്കിൽ അനിൽകുമാറിനെ നാട്ടിലെത്തിച്ച് ചോദ്യം ചെയ്യേണ്ടി വരും. സുജയ.